നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം കഴിഞ്ഞ് ഓരോ സ്കോഡുകളെയും നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് വരികയാണ്. IPL അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ സ്കോഡ് അനാലിസിസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ്. ഏറെക്കാലം മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടു കൂടി ഫോളോ ചെയ്തൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മലയാളി പയ്യൻ സഞ്ജു സാംസൺ ആയിരുന്നല്ലോ അവിടെ ക്യാപ്റ്റൻ. സഞ്ജു അവിടം വിട്ട് CSKയിലേക്ക് പോയെങ്കിലും മലയാളികൾക്ക് ഇനിയും അവിടെ ചില പ്രതീക്ഷകളുണ്ട്, അവിടെ പിടിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വിഘ്നേഷ് പുത്തൂരിനെ ഇപ്പോൾ ഈ ഓപ്ഷനിലൂടെ സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസാണ്. വിഘ്നേഷ് പോയ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചു. അപ്പോൾ ഈ സീസണിൽ അദ്ദേഹം ഓപ്ഷനിൽ വന്നു. മറ്റ് മലയാളികളൊക്കെ അൺസോൾഡാണ്, കേരള താരങ്ങൾ. അപ്പോൾ ഇദ്ദേഹം അൺസോൾഡ് ആകുന്നതിന് തൊട്ട് വക്കത്ത് വെച്ചിട്ടാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നത്, അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തത്. എന്തായാലും മലയാളികൾ രാജസ്ഥാൻ റോയൽസിനെ പിന്തുടരുന്നത് തുടരും. സ്ക്വാഡ് നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഈ ഓപ്ഷന് മുമ്പ് തന്നെ അവർക്ക് ചില മേഖലകൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒന്ന്, സ്പിന്നേഴ്സിൻ്റെ സ്ലോട്ടാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. വാനിന്ദു ഹസരംഗയും തീക്ഷണയും പോയതുകൊണ്ട് അവർക്ക് സ്പിന്നേഴ്സിന് ആവശ്യമായിരുന്നു. അപ്പോൾ അതവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ രവി ബിഷ്ണോയ്ക്ക് വേണ്ടി നല്ല ശ്രമം നടത്തുകയും 7.2 കോടിക്ക് താരത്തെ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നെ കൂടാതെ അവർ മറ്റ് സ്പിന്നേഴ്സിനെ എത്തിച്ചു. യാഷ് രാജ് പുഞ്ചയെയും അതുപോലെ വിഘ്നേഷ് പുത്തൂരിനെയും അവരെത്തിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ശക്തമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, അവിടെ രവീന്ദ്ര ജഡേജ ഉണ്ടല്ലോ. പിന്നെ പേസ് ബൗളിങ്ങിൽ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും അവർ ജോഫ്രെ ആർച്ചറെ റിലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദം മിൽനെയെ കൂടി കൊണ്ടുവരുമ്പോൾ അത് കുറച്ച് ഈസിയാക്കും ജോഫ്രെ ആർച്ചറിന് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവർക്ക് ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ക്വാഡ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരൊരു ഓൾറൗണ്ടർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി ശ്രമിച്ചിരുന്നു. അത് നടക്കാതെ പോയി. ക്യാപ്റ്റൻ ക്രീനെ എത്തിക്കാൻ ശ്രമിച്ചു. ആക്കിബ് നബിക്ക് വേണ്ടി അവർ ശ്രമം നടത്തി. പ്രശാന്ത് വീറിന് വേണ്ടി ശ്രമം നടത്തി. പക്ഷെ അത് അവർക്ക് സാധിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഓൾറൗണ്ടേഴ്സ് കോട്ടയിലൊരു കുറവുണ്ടോ എന്നൊരു തോന്നലുണ്ട്. പ്രണോവൻ ഫെരീരയും രവീന്ദ്ര ജഡേജയും സാം കറണും റിയാൻ പരാഗും യുദ്വീർ സിംഗുമാണ് അവരുടെ ഓൾറൗണ്ടേഴ്സ് കോട്ടയിലുള്ളത്. പക്ഷേ ഓവറോൾ ഇതൊരു മികച്ച സ്ക്വാഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളവരുടെ സ്ക്വാഡ് ഒന്ന് വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ ബാറ്റേഴ്സായിട്ട് ഇപ്പോഴുള്ളത് ഡ്രീ പ്രറ്റോറിയസ് ഉണ്ട്, ഷിംറോൺ ഹെറ്റ്മെയർ ഉണ്ട്, ശുഭം ദ്യൂബെ ഉണ്ട്, വൈഭവ് സൂര്യവംശി ഉണ്ട്, യശസ്വി ജയ്സ്വാൾ ഉണ്ട്, അമൻ റാവ് ഉണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ഭാഗത്തു നിന്നും നല്ല സംഭാവന പ്രതീക്ഷിക്കണം. ധ്രുവ് ജുറലുണ്ട്, രവി സിംഗ് ഉണ്ട്. ഓൾറൗണ്ടേഴ്സിൻ്റെ ഭാഗത്തും അങ്ങനെ ബാറ്റ് കൊണ്ടും സംഭാവന പ്രതീക്ഷിക്കണം. ഡൊണോവൻ ഫെരീര, രവീന്ദ്ര ജഡേജ, സാം കറൺ, റിയാൻ പരാഗ്, യുദ്വീർ സിംഗ്. അപ്പോൾ സഞ്ജു സാംസൺ പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ ബാറ്റിങ്ങിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ തവണ തന്നെ സഞ്ജുവിന് അസുഖമൊക്കെ ബാധിച്ച ഘട്ടത്തിൽ പയ്യൻ സൂര്യവംശി ആ അവസരം മുതലെടുക്കുകയും പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ എക്കൊപ്പം എവിടെ പോയാലും അണ്ടർ-19 ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചാലും അതിപ്പോൾ മൾട്ടി ഡേയ്സ് മാച്ചാണെങ്കിലും അതല്ല T20 പോലുള്ള മാച്ചാണെങ്കിലും ഏകദിനമാണെങ്കിലും ഒക്കെ പയ്യൻ പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ്. അപ്പോൾ കുറച്ചുകൂടി അവസരങ്ങളൊക്കെ കിട്ടി, കുറച്ചുകൂടി മെച്ചോർഡായിട്ട്, കുറച്ചുകൂടി അധികം പോരാട്ടങ്ങളൊക്കെ കണ്ടിട്ട് വരുന്ന വൈഭവ് സൂര്യവംശി ഈ സീസണിൽ IPLൽ കൂടുതൽ കൊടുങ്കാറ്റഴിച്ചു വിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സോ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് അങ്ങ് ഓപ്പൺ ചെയ്യും. സോ സഞ്ജുവിൻ്റെ ഒരു അഭാവം രാജസ്ഥാൻ റോയൽസിനെ വലക്കുമെന്ന് ഈ സ്ക്വാഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തന്നെ ഇനി നമ്മൾ സ്പിന്നേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ രവി ബിഷ്ണോയി, യാഷ് രാജ് പുഞ്ച, വിഘ്നേഷ് പുത്തൂർ ഈ ഓപ്ഷനിൽ അവർ ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടുള്ള പൊസിഷൻസാണ്. അത് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ ഓപ്ഷൻ നോക്കിയാൽ ജോഫ്രെ ആർച്ചർ, ഖ്വന മഫാക്ക, നാന്ദ്രെ ബർഗർ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ, സുശാന്ത് മിശ്ര, ആദം മിൽനെ, കുൽദീപ് സെന്ന്, ബ്രിജേഷ് ശർമ്മ. ഇതാണ് ഫാസ്റ്റ് ബൗളേഴ്സ്. സോ ഇത് വളരെ വ്യക്തമാണ്. മികച്ച രൂപത്തിൽ വ്യത്യസ്ത ഓപ്ഷനുകളുള്ള നല്ലൊരു സ്ക്വാഡ് തന്നെ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
അവരുടെ പോസിബിൾ 12 നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ പ്രിട്ടോറിയസ് നമ്പർ 3 വരും. നമ്പർ 4 റിയാൻ പരാഗ്, നമ്പർ 5 ധ്രുവ് ജുറൽ, നമ്പർ 6 ഷിംറോൺ ഹെറ്റ്മയർ, നമ്പർ 7 രവീന്ദ്ര ജഡേജ, നമ്പർ 8 സാം കർണോ, ഡൊണോവൻ ഫെരീരയോ. വളരെ ലോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ആണെന്നുള്ളത് വ്യക്തമല്ലേ. ദെൻ നമ്പർ 9 ജോഫ്രെ ആർച്ചറും രവി ബിഷ്ണോയി, നമ്പർ 10 തുഷാർ ദേശ്പാണ്ഡെ, നമ്പർ 11 അവർക്ക് സന്ദീപ് ശർമ്മയെ നമ്പർ 12 ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ക്വാഡ് മികച്ചതാണ്. പോയ സീസണിലേക്കാൾ കൂടുതൽ നല്ല രൂപത്തിൽ അവർ കാര്യങ്ങളെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പോയ സീസണിൽ അറിയാലോ, രാഹുൽ ദ്രാവിഡ് കോച്ചായിട്ട് നിന്നു. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ഒന്നും ആ ടീമിൽ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ സഞ്ജു സാംസണും പോയി, രാഹുൽ ദ്രാവിഡും പോയി, കുമാർ സംഗക്കാര വീണ്ടും ഹെഡ് കോച്ചായി. ഏതായാലും കാര്യങ്ങൾ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.